നമസ്കാരം. ഫിലിപ്പീൻസിലേക്ക് കന്നി ഓർഡർ എത്തിച്ചതിനു ശേഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ പ്രധാന പങ്ക് വഹിക്കാൻ ഒരുങ്ങുകയാണ് ബ്രഹ്മോസ്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിലവിൽ ബ്രഹ്മോസ് മിസൈലുകൾക്കായി ഒരു തദ്ദേശീയ റാംജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കി ബ്രഹ്മോസ് എയറോസ്പേസ് ഒരു പുതിയ പ്രൊജക്ടൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. മിസൈലുകളിലും വ്യോമലക്ഷ്യങ്ങളിലും സാധ്യതയുള്ള പ്രയോഗങ്ങൾക്കായി 350 mm വ്യാസമുള്ള ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിനാണ് DRDO വിഭാവനം ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈനിക വിദഗ്ധനായ വിജയ്ന്ദർ കെ താക്കൂർ വിശദമായ വിവരങ്ങൾ ഇതിനെപ്പറ്റി നൽകുന്നുണ്ട്. ബ്രഹ്മോസ് പ്രൊജക്ടൈലിന്റെ സംയുക്ത വികസനത്തിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ഇന്ത്യ നേടിയ ലിക്വിഡ് റാംജെറ്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയാണ് LFRJ നിർമ്മിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ദ്രവരൂപത്തിലുള്ള റാംജെറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ആണെന്നും താക്കൂർ പറയുന്നുണ്ട്. IAF പൈലറ്റുമാർക്ക് കൂടുതൽ റിയലിസ്റ്റിക് കോമ്പാക്ട് പരിശീലനം നൽകുന്നതിനായിട്ട് ഒരു ടാർഗറ്റ് ഡ്രോൺ വികസിപ്പിക്കാനും LFRJ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നും വിദഗ്ധർ വെളിപ്പെടുത്തുന്നുണ്ട്. LFRJയുടെ വകഭേദം ബ്രഹ്മോസിന് കരുത്തു പകരും. കൂടാതെ ബ്രഹ്മോസ് എയറോസ്പേസ് ബ്രഹ്മോസ് M എന്ന മറ്റൊരു വകഭേദം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും താക്കൂർ സൂചിപ്പിച്ചിട്ടുണ്ട്. റോക്കറ്റിനായി വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു പുതിയ മിസൈലായിരിക്കും ഇത്. തദ്ദേശീയമായി നിർമ്മിച്ച ലിക്വിഡ് റാംജെറ്റ് ഉപയോഗിച്ചുള്ള മിസൈലിന്റെ ഘടനാപരമായ സമഗ്രതയും പ്രവർത്തനക്ഷമതയും പരീക്ഷണത്തിൽ തെളിയിക്കപ്പെട്ടതായും അടിവരയിട്ട് പറയണം. ബ്രഹ്മോസിനായി എയർഫ്രെയിം റാംജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടിയ DRDOയ്ക്ക് ഇപ്പോൾ പ്രൊജക്ടൈലിനെ കൂടുതൽ ശ്രേണിയിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. മിസൈലിന്റെ 800 കിലോമീറ്റർ റേഞ്ച് വേരിയന്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും DRDO സൂചിപ്പിച്ചിട്ടുണ്ട്. മിസൈൽ പാക്കേജിലെ ഏറ്റവും ചിലവേറിയ ഇനം റാംജെറ്റ് എഞ്ചിനാണ്. 2022 ബ്രഹ്മോസിന്റെ ഒരു യൂണിറ്റിന് ഏകദേശം 340 മില്യൺ ആണ് വില. സ്വദേശിവൽക്കരണത്തിന്റെ ഫലമായി മിസൈലിന്റെ വില ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് കയറ്റുമതി വിപണിയിൽ കൂടുതൽ മത്സരാത്മകമാക്കുന്നുണ്ട്. അതും മനസ്സിലാക്കേണ്ടതാണ്. റഷ്യയിലെ ഒറൈൻബർഗ് പ്രവിശ്യയിലെ പ്ലാന്റിൽ നിർമ്മിച്ച റാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് തുടക്കത്തിൽ ബ്രഹ്മോസ് ഇന്ത്യയിൽ അസംബിൾ ചെയ്തത്. പിന്നീട് ബ്രഹ്മോസ് എയറോസ്പേസ് റഷ്യയുമായി എഞ്ചിന്റെ തദ്ദേശീയ നിർമ്മാണം സുഗമമാക്കുന്നതിനുള്ള സാങ്കേതിക കരാറിൽ ഒപ്പുവെച്ചു. അതിനുശേഷം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റാംജെറ്റ് എഞ്ചിനുകൾ ബ്രഹ്മോസിൽ ഉപയോഗിക്കാൻ തുടങ്ങി. റാംജെറ്റ് എഞ്ചിന്റെ അവിഭാജ്യ ഘടകമായ പ്രധാന എയർഫ്രെയിം അസംബ്ലികൾ റാംജെറ്റ് ഇന്ധന ടാങ്കും ന്യൂമാറ്റിക് ഇന്ധന വിതരണ സംവിധാനവും ഉൾപ്പെടുന്ന മെറ്റാലിക് നോൺ മെറ്റാലിക് എയർഫ്രെയിം വിഭാഗങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യവസായം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണെന്ന് താക്കൂർ പറയുന്നുണ്ട്. നമുക്കറിയാം, ധാരാളം സവിശേഷതകളുള്ള മിസൈലാണ് ബ്രഹ്മോസ്. ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലിന് 290 കിലോമീറ്റർ പരിധിയുമുണ്ട്. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗമുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ഇത്. ബ്രഹ്മപുത്ര, മോസ്കോ എന്നീ നദികളുടെ പേരിലാണ് ബ്രഹ്മോസ് അറിയപ്പെടുന്നത്. ഇത് ഒരു മൾട്ടി പ്ലാറ്റ്ഫോം മിസൈലാണ്. അതായത് ഇത് കര, വായു, കടൽ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. കൂടാതെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ പകലും രാത്രിയും പ്രവർത്തിക്കുന്ന കൃത്യതയുള്ള മൾട്ടി കപ്പാസിറ്റി മിസൈൽ. അടുത്തിടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ ഫിലിപ്പീൻസിൽ എത്തിച്ചേർന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ഫിലിപ്പീൻസുമായുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ വിപുലീകരിക്കാൻ ഇന്ത്യയും നോക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. എന്തായാലും ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തെ അത്യന്തം സന്തോഷപൂർവ്വമാണ് ലോകം സ്വാഗതം ചെയ്തത്. ഇന്ത്യയുടെ ആയുധങ്ങൾക്കായിട്ട് വലിയ പ്രതീക്ഷയുമാണ് ലോകം വെച്ചുപുലർത്തുന്നത്.